ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ പ്രേക്ഷകർക്ക് പ്രതീക്ഷയുള്ള ഒരു താരം തന്നെയാണ് ഷാനവാസ് ഷാനു. നിരവധി സീരിയലുകളിലൂടെ വളരെ കരുത്താർന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടിച്ചു കയറിയ ഇദ്ദേഹത്തിന് ബിഗ് ബോസ് രണ്ടാമത്തെ ദിവസം എത്തുമ്പോഴും വലിയ ചലനങ്ങളൊന്നും സൃഷ്ടിക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു നെഗറ്റീവ് ഷെയ്ഡിലേക്ക് പോവുകയാണോ എന്ന് സംശയമുണ്ട്. രണ്ട് വ്യക്തികൾ തമ്മിൽ വഴക്കിടുമ്പോൾ മൂന്നാമതായി നിന്ന് ആ വഴക്ക് കണ്ട് ആസ്വദിക്കുകയും പതുക്കെ പുട്ടിന് പീരയിടുന്നത് പോലെ ചെറിയ രീതിയിലുള്ള എരിവ് കയറ്റലും പിരികൂട്ടലും ഒക്കെ കാണിക്കുന്നുണ്ട്. ഇതെല്ലാം മോശമായി തന്നെയാണ് പ്രേക്ഷകരിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിച്ഛായ എത്തുക. മാത്രമല്ല, പറയേണ്ടടുത്ത അഭിപ്രായങ്ങൾ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം കാര്യങ്ങൾ വളച്ചൊടിച്ച് പറയുന്നത് പോലെ തോന്നുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ അനുമോളെ വല്ലാതെ കരയിക്കുന്നുണ്ട്. അനുമോൾ പറയാത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു എന്ന് പറഞ്ഞ് വളച്ചൊടിച്ച് ആ കുട്ടിയെ വളരെ മോശമായ ഒരു രീതിയിൽ ചിത്രീകരിച്ചു എന്നാണ് അനുമോളുടെ വാദം. എന്തായാലും ഇതിന് ശേഷം വല്ലാതെ അനീഷിൻ്റെ കൂടെ അടുത്ത് കൂടിയിട്ട് അനീഷിനെ മാറി നിന്ന് കളിയാക്കുന്നുമുണ്ട്. അനീഷിനെ സ്നേഹിക്കാനല്ല എന്നത് വ്യക്തമാണ്. ഇങ്ങനെ ഒരു കാറ്റഗറിയിലൊക്കെ പോയാലും നമ്മുടെ ജിസൈലിൻ്റെ വസ്ത്രധാരണത്തെക്കുറിച്ച് പറഞ്ഞത് മലയാളി പ്രേക്ഷകരുടെ ഇടയിൽ അല്പം ഒരു അകൽച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. ഒരു ടിപ്പിക്കൽ മല്ലു അമ്മാവനാവാതെ മര്യാദയ്ക്ക് നിന്ന് കളിക്ക് ഷാനവാസ് ചേട്ടാ എന്നാണ് എല്ലാവരും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. എന്തായാലും ബിഗ് ബോസ് ഹൗസിൽ പലവിധ ക്യാരക്ടേഴ്സിൻ്റെ ഒരു രംഗപ്രവേശം തുടങ്ങിക്കഴിഞ്ഞു. ഷാനവാസ് നന്നായി കളിച്ചാൽ അദ്ദേഹത്തിന് നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പോകാം. പൊട്ടൻഷ്യലുള്ള പ്ലെയറാണ്. ഈ അമ്മാവൻ റോളെന്ന് മാറ്റിപ്പിടിക്കേണ്ടി വരുമെന്ന് മാത്രം.